എബ്രായർ 9 പഴയതും പുതിയതുമായ ഉടമ്പടികളെ താരതമ്യം ചെയ്യുന്നു. ഭൗമിക സമാഗമന കൂടാരത്തിന്റെ പരിമിതികളിലും ക്രിസ്തുവിന്റെ യാഗത്തിന്റെ പൂർണ്ണതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പഴയ ഉടമ്പടി സമാഗമന കൂടാരത്തിന്റെ ഘടനയും ആചാരങ്ങളും വിവരിച്ചുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു: വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൽ സ്വർണ്ണ ധൂപപീഠം, ഉടമ്പടിയുടെ പെട്ടകം തുടങ്ങിയ പവിത്രമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു. മഹാപുരോഹിതൻ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തന്റെ പാപങ്ങൾക്കും ജനങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി രക്തം അർപ്പിക്കാൻ കഴിയൂ. എന്നിരുന്നാലും ഈ ആചാരങ്ങൾ പ്രതീകാത്മകവും താൽക്കാലികവുമായിരുന്നു. അവ ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടി, പക്ഷേ അവ മനസാക്ഷിയെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കാനോ ആളുകളെ ദൈവവുമായുള്ള പൂർണ്ണ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനോ കഴിഞ്ഞില്ല. പിന്നീട് എഴുത്തുകാരൻ യേശുവിനെ മെച്ചപ്പെട്ട ഒരു ഉടമ്പടിയുടെ മഹാനായ മഹാപുരോഹിതനായി അവതരിപ്പിക്കുന്നു. പഴയ പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി, യേശു മനുഷ്യ കൈകളാൽ നിർമ്മിച്ചതല്ലാത്ത വലിയ സ്വർഗീയ വിശുദ്ധമന്ദിരത്തിൽ പ്രവേശിച്ചു. അവൻ മൃഗങ്ങളുടെ രക്തമല്ല, മറിച്ച് സ്വന്തം പൂർണ്ണവും പാപരഹിതവുമായ രക്തമാണ് അർപ്പിച്ചത്. നിത്യമായ വീണ്ടെടുപ്പ് ഉറപ്പാക്കുന്ന ഒരു യാഗമായിരുന്നു ഈ യാഗം. ക്രിസ്തുവിന്റെ മരണം ഒരു പുതിയ ഉടമ്പടിയും ഉദ്ഘാടനം ചെയ്തു, വിശ്വാസികളെ നിത്യജീവന്റെ വാഗ്ദാനത്തിന്റെ അവകാശികളാക്കുന്നു. അവന്റെ രക്തം ജഡത്തെ മാത്രമല്ല, മനസാക്ഷിയെയും ശുദ്ധീകരിക്കുന്നു, വിശ്വാസികൾക്ക് ജീവനുള്ള ദൈവത്തെ സ്വതന്ത്രമായി സേവിക്കാൻ അനുവദിക്കുന്നു. ക്രിസ്തു വീണ്ടും പാപത്തെ നേരിടാനല്ല, മറിച്ച് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് രക്ഷ നൽകാനാണ് മടങ്ങിവരുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്.